വലിയ രീതിയിലുള്ള ഒരു തലമുറ മാറ്റമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അത്തരം രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശോഭയുടെ ഭാവി ശോഭനമാവാൻ വേണ്ടി പോകുന്നു എന്നും കേൾക്കുന്നു. സത്യമാണോ? അങ്ങനെ ആകണം എന്നാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ പാർട്ടിയിലും സ്ത്രീകൾ തലപ്പത്ത് വരണം എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾക്ക് ഈ സമത്വവും നവോത്ഥാനവും വനിതാ മതിലുമൊക്കെ കെട്ടുന്നവർ പോലും സ്ത്രീകൾക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ പാർട്ടിയിൽ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അവിടെ നിന്നൊക്കെ ഒരു മാറ്റം എവിടെയെങ്കിലും തുടങ്ങിയാൽ ആ മാറ്റം പിന്നീട് പലതിലേക്കും വരുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് ബി.ജെ.പിയിൽ നിന്ന് തുടങ്ങട്ടെ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യയായ, പാർട്ടിക്കിടയിൽ എന്നല്ല ഞാൻ പറയുന്നത്, പാർട്ടിക്കകത്ത് ശോഭയ്ക്കെതിരെ പല ശബ്ദങ്ങളും ഉയരുന്നുണ്ട്, ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമില്ലാത്ത പലരുമുണ്ട്, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ പാർട്ടിയിലെ അണികൾക്കിടയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കരുത്തുറ്റയായ ഒരു വനിത, അവർ കൃത്യമായി മുന്നിലേക്ക്, നേതൃനിരയിലെ മുന്നിലേക്ക് വന്നാൽ അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് പിന്നാലെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ബി.ജെ.പി കൃത്യമായി കേന്ദ്ര നേതൃത്വം, കേരളത്തിലെ സ്ഥിതിഗതികൾ, കേരളത്തിലെ പാർട്ടിക്കകത്തുള്ള ഈ പക്ഷം ചേർന്നുകൊണ്ടുള്ള പല തീരുമാനങ്ങളും പാർട്ടിയെ തന്നെ തകർക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം കൃത്യമായി കേരളത്തിലെ ബി.ജെ.പിയുടെ ഈ പുനഃസംഘടനകളിൽ അല്ലെങ്കിൽ അധ്യക്ഷന്മാരെ നിയമിക്കുന്നതിലൊക്കെ കേന്ദ്രം കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. അത് RSSന്റെ കൂടി പിൻബലത്തോടു കൂടിയാണ് കേന്ദ്രം ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത്. ഇത്തവണ 31 ജില്ലാ കമ്മിറ്റികളായിട്ടാണ് ബി.ജെ.പി ഈ പുനഃസംഘടനയെ വിഭജിച്ചിരിക്കുന്നത്. 14 ജില്ലകൾക്കും ഓരോ ജില്ലാ പ്രസിഡന്റ്, അങ്ങനെയായിരുന്നു ഇതുവരെ. പക്ഷേ ഈ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെ തന്ത്രം ബി.ജെ.പി കേരളത്തിലൊന്ന് പയറ്റി നോക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അവിടെ ഒരു ജില്ലയെ തന്നെ പല ജില്ലകളായി തിരിച്ചുകൊണ്ട്, അതായത് ഒരു ജില്ലയിൽ തന്നെ കൂടുതൽ പ്രസിഡന്റുമാരെ, അധ്യക്ഷന്മാരെ നിയമിച്ചുകൊണ്ട് ആ ഒറ്റ ജില്ലയിൽ തന്നെ 5, 6, 7 പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ അധ്യക്ഷന്മാരെ നിയമിച്ചുകൊണ്ട് അതിൽ കൃത്യമായി കരുക്കൾ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസ് പയറ്റിയത്. ഇവിടെ 30 ജില്ലകളിലായി 27 ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട് ബി.ജെ.പി. ഈ 27 പേരിൽ കുറച്ചു പേരൊക്കെ പക്ഷം ചേർന്ന് വന്നവരാണ്. ബാക്കി ഒരു 15, 16, 17 പേരോളം ഈ പല അനുഭാവമുള്ളവരാണെങ്കിൽ പോലും അവരെ ബി.ജെ.പി വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അക്കൂട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇതിൻ്റെ നേതൃനിരയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേർ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പ്രശാന്ത് ശിവൻ, പ്രഫുൽ കൃഷ്ണ, അത്തരത്തിൽ കുറച്ചു പേരെ മാറ്റി നിർത്തിയാൽ, കാരണം ഇവരൊക്കെ ഒരു പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ സുരേന്ദ്ര പക്ഷമുണ്ട്, കൃഷ്ണദാസ് പക്ഷമുണ്ട്. അപ്പോൾ ഈ പക്ഷത്തൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഇവർക്കൊക്കെ ഈ പ്രായത്തിൽ തന്നെ ജില്ലാ അധ്യക്ഷ സ്ഥാനമൊക്കെ കിട്ടിയത്. ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രകാശ് ബാബുവിനെ പോലെ, സന്ദീപ് വചസ്പതിയെ പോലെയൊക്കെയുള്ള ഒരു പക്ഷം ചേരാത്ത കുറേ പേരുണ്ട്. അവർ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ വളർത്തണം, അതായത് സ്ഥാനമാനങ്ങൾക്കപ്പുറം പാർട്ടിയെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പലരും അങ്ങനെ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയപ്പോഴാണ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയാണ്. ഹിന്ദുവിലും വന്നു ആ വാർത്ത. ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി നേതൃനിരയിലേക്ക് വന്നാൽ ബി.ജെ.പിക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ, ഇതിപ്പോൾ നമ്മൾ പറയുന്നതല്ല. നമുക്കിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷയായാലും പ്രശ്നമില്ല, കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മാധ്യമമാണ്, നമ്മളതനുസരിച്ച് വാർത്ത നൽകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇത്തരം ഒരു വാർത്തകൾ വരുമ്പോൾ അത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടൊരു സ്ത്രീ തലപ്പത്ത് വന്നാൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റം ബി.ജെ.പിക്ക് വരും എന്നുള്ളതാണ്. ഈ CPM-ൽ ഒരു സ്ഥാനത്തിൽ, അതായത് ഇപ്പോൾ വീണ ജോർജിനെ പോലെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടെങ്കിൽ വീണ ജോർജ് ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിവുള്ള നേതാവല്ല. പക്ഷേ കെ ശൈലജ ടീച്ചർ അതുപോലെ അല്ലായിരുന്നു. ശോഭാ സുരേന്ദ്രനെ പോലെ ആളുകൾക്കിടയിൽ ചെന്ന് വളരെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവായതുകൊണ്ടാണ് ശൈലജ ടീച്ചർ നമ്മുടെ മുഖ്യമന്ത്രിയായി വരണമെന്നൊക്കെ വലിയ രീതിയിലുള്ള എന്താ പറയുക പിന്തുണകൾ, സോഷ്യൽ മീഡിയ അടക്കം വലിയ രീതിയിലുള്ള പിന്തുണയാണ് ശൈലജ ടീച്ചർ കൊടുത്തത്. പക്ഷെ അത്തരത്തിൽ ശൈലജ ടീച്ചർ ഉയർന്നു വരുമെന്ന് കരുതി പിണറായി ഉൾപ്പെടെയുള്ള ചിലർ ശൈലജ ടീച്ചറെ ഒരു വഴിക്ക് ഒതുക്കി എന്നുള്ളത്, അതായത് VS-നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞവൾ ശൈലജ ടീച്ചറിനെയും വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം DCC അധ്യക്ഷന്മാർ അല്ലെങ്കിൽ DCCയുടെ തലപ്പത്തൊക്കെ ചില സ്ത്രീകളുണ്ട് എന്നുള്ളതല്ലാതെ സ്ത്രീകൾക്കൊരു പ്രാമുഖ്യം കോൺഗ്രസിലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനെ പോലൊരാൾ അതിലേക്ക് വന്നാൽ, അതായത് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ നിരവധി സ്ത്രീകളുടെ പിന്തുണ അവർക്ക് ലഭിക്കും. അതിലൂടെ കുറച്ചുകൂടി പാർട്ടി വളരാനുള്ള എന്താ പറയുക, പാർട്ടിയെ വളർത്താനുള്ള രീതിയിലേക്കുള്ള പിന്തുണ സ്ത്രീകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളാണ് BJP കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മുത്തലാഖ് ബില്ലും CA ബില്ലും ഈ അനധികൃത കുടിയേറ്റക്കാരെ പറഞ്ഞയക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബില്ലുകൾ, വഖഫ് ഒക്കെയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ വന്നതുകൊണ്ട് മുസ്ലിങ്ങൾ എന്തായാലും BJPയോടൊപ്പം നിൽക്കില്ല, അവർക്കൊരു അകൽച്ച വരും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് ജോർജ് കുര്യനെ പോലുള്ളവരെയൊക്കെ MP ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആക്കിക്കൊണ്ട് BJPയുടെ ഒരു മുന്നേറ്റം. നിശബ്ദനായി നിന്നുകൊണ്ടാണ് ജോർജ് കുര്യൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നത്. ക്രൈസ്തവരെ തങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായി ജോർജ് കുര്യൻ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും SC/ST വിഭാഗങ്ങളെ കൂടെ കൂട്ടാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഹൈന്ദവ ക്രൈസ്തവരെ കൂടുതൽ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ കഴിവ്. മാത്രമല്ല ഈഴവ വോട്ടുകൾ, ഇതുവരെ ഈഴവ വോട്ടുകൾ CPMനായിരുന്നു. ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈഴവരെല്ലാം കൂടി BJPയിലേക്ക് ചേക്കേറുന്ന രീതിയാണ്. അപ്പോൾ മാത്രമല്ല വെള്ളാപ്പള്ളിയുമായുള്ള ശോഭാ സുരേന്ദ്രന്റെ ഊഷ്മളമായ ബന്ധവും ഇതും കൂടി കണക്കിലെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നാൽ ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഒക്കെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ BJPക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് വ്യക്തിപ്രഭാവം വളരെ വലിയ രീതിയിലുള്ളൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. നിലവിൽ നമ്മൾ CPMലോ അതോ കോൺഗ്രസിലോ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ഓറയുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിപ്രഭാവമുള്ള സ്ത്രീകൾ നേതാക്കൾ ഇല്ല എന്നുള്ളത് ഒരു പ്രധാന അഭാവം തന്നെയാണ്. നമ്മുടെ ശൈലജ ടീച്ചറുടെ ഒരു പ്രഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട്, പിന്തുണയൊക്കെ മങ്ങിപ്പോയി. പ്രത്യേകിച്ചും വടകര പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തോറ്റതിന് പിന്നാലെ, അതോടൊപ്പം തന്നെ PP കിറ്റ് വിവാദം വന്നു തുടങ്ങിയതിനൊക്കെ ശേഷം ശൈലജ ടീച്ചർ തീർത്തും മങ്ങിപ്പോയൊരവസ്ഥയാണ്. ഇപ്പുറത്ത് UDF നോക്കുകയാണെങ്കിൽ അങ്ങനെ ആരാണ് പ്രധാനമായിട്ടും നമുക്കൊരു ലീഡറായിട്ട്, ഒരു സ്ത്രീ ലീഡറായിട്ട് അവർക്കിടയിൽ വലിയ പിന്തുണയുള്ളത് കാണിക്കാനുള്ളത്? ആരുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യക്തിപ്രഭാവമുള്ള, ഒരു ഓറയുള്ള ഒരു സ്ത്രീ ലീഡറാണ് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതിനെ എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുമെന്നുള്ളത് ഏവരും അവരെ ഇഷ്ടപ്പെടുന്ന ആ ഒരു നേതാവിനെ പ്രധാന ചുമതലകളിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഏവരും ഉറ്റുനോക്കുകയാണ്. പല ആളുകളും ശോഭാ സുരേന്ദ്രൻ തന്നെയാവണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരേണ്ടത് എന്ന് തീർത്തും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിനുള്ള കാരണം. കൃത്യമായിട്ട് അവരുടെ ജനങ്ങൾക്കിടയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മികവ് അവർ നേരത്തെ തന്നെ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ആളുകൾക്കിടയിൽ പോയിട്ട് പ്രവർത്തിക്കാനും അവരോടുള്ള പെരുമാറ്റ രീതിയിലൊക്കെ ശോഭ കാണിക്കുന്ന ഒരു മെയ്വഴക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തന്ത്രം എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശോഭ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായിട്ട് അതാത് സ്ഥലങ്ങളിലെ വോട്ട് വിഹിതം അവർ കൃത്യമായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പല മണ്ഡലങ്ങളും പല സ്ഥലങ്ങളിലെയും A ക്ലാസ് മണ്ഡലങ്ങളാക്കിയിട്ടാണ് തോൽവി പോലും ശോഭ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്ത്രീയെ ഒരിക്കലും ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ നിരാകരിക്കാനോ മാറ്റി നിർത്താനോ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കില്ല എന്നാണ് നിലവിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പം ഇതിനെയൊക്കെ BJP ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു, ശോഭാ സുരേന്ദ്രനെ മുൻപോട്ട് നിർത്തിക്കൊണ്ടായിരിക്കുമോ പാർട്ടി തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.